السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികൾ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളും പാലിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, നിർബന്ധപൂർവം വസീയത്ത് ചെയ്യുകയാണ്. സ്വാഗത ഭാഷണത്തിൽ യൂസുഫ് അലി സ്വലാഹി സൂചിപ്പിച്ചതുപോലെ അറബി മാസത്തിലെ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ധാരാളം ബിദ്അത്തുകളും അതേപോലെ തന്നെ ശിർക്കൻ പ്രവർത്തനങ്ങളുമെല്ലാം സമൂഹത്തിലെ മുസ്ലിങ്ങളെ ചില വിഭാഗം ആളുകൾ കൊണ്ടാടുന്ന ഒരു മാസം കൂടിയാണ് റബീഉൽ അവ്വൽ മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലെ ഏറ്റവും വലിയ ബിദ്അത്ത് അഥവാ ശിർക്കൻ പ്രവർത്തനം എന്നുള്ളത് അത് പ്രവാചകന്റെ പേരിൽ നടക്കുന്ന നബി ദിനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം നബി ദിനത്തിന് നൽകുന്ന അല്ലെങ്കിൽ പ്രവാചക സ്നേഹത്തിന് നൽകുന്ന പ്രാധാന്യമാണ്. അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ പ്രവാചക സ്നേഹം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അബ്ദുല്ലാഹിബ്നു ഹിശാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ കൂടെ ഒരു സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ആ സദസ്സിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ തൻ്റെ കൈകൾ വെക്കുന്നു. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുന്ന വാക്കുകൾ, യാ റസൂലല്ലാഹ് ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. പ്രവാചകരെ, ഞാൻ എൻ്റെ ശരീരത്തെക്കാൾ ഉപരിയായി ഞാൻ സ്നേഹിക്കുന്നത്, അഥവാ എൻ്റെ ശരീരത്തെ മാറ്റി നിർത്തിയാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ ലോകത്ത് പ്രവാചകരെ താങ്കളെയാണ്. ഈ സമയത്ത് പ്രവാചകൻ ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തുന്നുണ്ട്, ഉമറെ, നീ പറഞ്ഞ വാക്ക് അതേപോലെയല്ല. നീ നിന്റെ ശരീരത്തെക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ പറയുന്നു, പ്രവാചകരെ, ഈ സമയം തൊട്ട് ഞാൻ എൻ്റെ ശരീരത്തെക്കാൾ ഉപരിയായി സ്നേഹിക്കുന്നത് അങ്ങയെയാണ് പ്രവാചകരെ. ഈ സമയത്ത് പ്രവാചകൻ ഉമർ റളിയല്ലാഹു അൻഹുവോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മനസ്സുകളിൽ അടിവരയിട്ട് വെക്കേണ്ട ഒരു വാക്കാണ്. ഉമറെ, ഈ സമയം തൊട്ടാണ്
നിന്റെ ഈമാൻ പരിപൂർണമായത്. നിന്റെ ഈമാൻ പരിപൂർണമായത് നിന്റെ ശരീരത്തെക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒരു കാര്യമാണ്, അഥവാ വിശ്വാസം പരിപൂർണമാകണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പ്രവാചകനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു മാതൃകയാണ് പ്രവാചകനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുക എന്നുള്ളത്. കാരണം ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ സമ്പത്തിനേക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങൾ ജീവനേക്കാൾ തുല്യമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ മക്കളെക്കാൾ നിങ്ങൾ സ്നേഹിക്കേണ്ടത് പ്രവാചകനെയാണ്. അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഈമാൻ പരിപൂർണമാകുന്നത്, നിങ്ങളുടെ വിശ്വാസം പരിപൂർണമാകുന്നത് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മുൻഗാമികളെല്ലാം ഇത് മനസ്സിലാക്കി പ്രവാചകനെ കൃത്യമായി സ്നേഹിച്ചവരായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിച്ചിരുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രവാചകനെ സ്നേഹിച്ചിരുന്നത്? അലി റളിയല്ലാഹു അൻഹു നൽകുന്ന മറുപടി, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ വഉമ്മഹാതിനാ. ഞാൻ എൻ്റെ സമ്പത്തിനേക്കാൾ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും എൻ്റെ ജീവന്റെ തുല്യമായ എൻ്റെ മക്കളെക്കാളും ഉപരിയായി ഞാൻ എൻ്റെ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അല്ലെ, സ്വഹാബത്തിന്റെ എല്ലാ ജീവിതങ്ങളും നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ അവിടെ ജീവിതത്തിൽ അവർ കൃത്യമായി കൊണ്ടുവന്നിരുന്ന, സ്വന്തം ജീവനേക്കാൾ പ്രാധാന്യം നൽകിയിരുന്ന ഒരു വിഷയമായിരുന്നു പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത്. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു, ധാരാളം സ്വഹാബത്തിന്റെ കഥകൾ ഉണ്ട് എങ്കിലും നമ്മുടെ മുന്നിൽ പ്രവാചക സ്നേഹമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരേണ്ടത് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ ഇങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുന്ന ഒരു രംഗമുണ്ട്. ശത്രുക്കളുടെ കയ്യിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹു അകപ്പെടുന്നു. അങ്ങനെ ശത്രുക്കൾ ഇസ്ലാമിനോടുള്ള സകലമാന വിദ്വേഷങ്ങളും ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ പ്രഹരിക്കുന്നുണ്ട്. വലിയ കുരിശേറ്റി അദ്ദേഹത്തിനെ തെമീം കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോകുന്ന രംഗം പോലും ചരിത്രം വിവരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ചാട്ടവാറ് കൊണ്ട് പൊതിരെ തല്ലി, അങ്ങനെയാണ് അദ്ദേഹത്തിനെ തെമീം കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് പോലും ചരിത്രം പറയുന്നത് ഓരോ ചാട്ടവാറടിയുടെ പ്രഹരം അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്കുമ്പോഴും അദ്ദേഹത്തോട് മുശ്രിക്കീങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ല ഹുബൈബ്, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് വെടിയാൻ തയ്യാറാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെടിയാൻ താങ്കൾ തയ്യാറാണോ? താങ്കൾ അത് വെടിയാൻ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് നൽകാം, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾ തിരിച്ചയക്കാം, നിങ്ങൾക്ക് ഉയർന്ന പദവികൾ നൽകാം എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വലിയ മോഹന വാഗ്ദാനങ്ങൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കീങ്ങൾ വെച്ച് നീട്ടുന്നുണ്ട്. എന്നാൽ ആദർശ രംഗത്ത് പതറാത്ത, ഒരിക്കലും ദീനിന്റെ വിഷയങ്ങളിൽ ഒരു ചാണ് പോലും വിട്ടുനിൽക്കാത്ത ഹുബൈബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യാതൊരു ആരാധനമില്ല എന്ന് അദ്ദേഹം കണിശമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ മുശ്രിക്കീങ്ങളുടെ പ്രഹരണം അങ്ങനെ അവസാന ഘട്ടത്തിലെത്തുന്ന സമയത്ത് മുശ്രിക്കീങ്ങൾക്ക് മനസ്സിലായി ഹുബൈബ് ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെടിയാൻ തയ്യാറാവുകയില്ല. പ്രവാചകന്റെ ദിവ്യത്വത്തിനെ അംഗീകരിക്കുന്നതിൽ നിന്ന് ഒരു ചാണ് പോലും ഹുബൈബ് റളിയല്ലാഹു അൻഹു പിന്തിരിയാൻ തയ്യാറാവുകയില്ല എന്ന് മനസ്സിലാക്കിയ മുശ്രിക്കീങ്ങൾ ഹുബൈബിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഹുബൈബ്, താങ്കൾ താങ്കളുടെ ആദർശത്തെ വെടിയേണ്ട, താങ്കളുടെ ആദർശത്തെ താങ്കൾ വെടിയേണ്ട ആവശ്യമില്ല. മറിച്ച് താങ്കൾ ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, താങ്കൾ ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വേദനകളുമെല്ലാം താങ്കളുടെ പ്രവാചകനാണ് നേരിടുന്നത്, പ്രവാചകനാണ് അനുഭവിക്കുന്നത് എന്ന് താങ്കളുടെ മനസ്സുകളിൽ താങ്കളൊന്ന് വിചാരിച്ചാൽ മതി. താങ്കളുടെ മനസ്സുകളിൽ താങ്കളൊന്ന് വിചാരിച്ചാൽ മതി. പ്രവാചകനെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല.
നിങ്ങളുടെ ആദർശത്തെ നിങ്ങൾ വെടിയണ്ട. നിങ്ങൾക്ക് ഈ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും താങ്കൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കേവലം ഒരു ചിന്ത മാത്രം മതി. ഈ പ്രയാസങ്ങളെല്ലാം നേരിടുന്നത് നിങ്ങളുടെ പ്രവാചകനാണ് എന്ന ഒരു ഒറ്റ ചിന്ത മാത്രം നിങ്ങൾ കൊണ്ടുവന്നാൽ താങ്കൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താം, താങ്കൾക്ക് സമ്പത്ത് നൽകാം, താങ്കളുടെ കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ മടക്കി അയക്കാം. എന്നാൽ ഹുബൈബ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ച, അങ്ങേയറ്റം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പകർത്തിയ ഹുബൈബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കുകളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാക്ക്, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്റെ ശ്വാസനാളത്തിൽ ശ്വാസം നിലക്കുന്നത് വരെ ഞാൻ എൻ്റെ പ്രവാചകനെ സ്നേഹിക്കും. ആ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഈ ഹുബൈബിനെ കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല, എൻ്റെ മനസ്സിൽ അതൊന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുശ്രിക്കീങ്ങളുടെ പ്രഹരവും അതേപോലെ തന്നെ അവിടെ മർദ്ദനവും ഏറ്റുവാങ്ങുന്ന ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെ, എന്താണ് അവർ സ്വീകരിച്ചിരുന്ന, അവർ പ്രവാചകനെ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടിരുന്നത് എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങേയറ്റം മരണത്തിന്റെ വക്കിന്റെ മുന്നിലെത്തിയ സമയത്ത് പോലും പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും സങ്കല്പിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന സ്വഹാബ ജീവിതങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവരൊന്നും അവിടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നബിദിനം കൊണ്ടാടിയിരുന്നില്ല എന്നുള്ളതാണ്. ഇത്രത്തോളം പ്രവാചകനെ മനസ്സിലാക്കി, ഇത്രത്തോളം ജീവിതത്തിന്റെ ഭാഗമാക്കി പ്രവാചകനെ സ്നേഹിച്ചിരുന്ന ഒരു സ്വഹാബി പോലും അവിടെ ജീവിതത്തിൽ റബീഉൽ അവൽ മാസങ്ങൾ ധാരാളമായി കടന്നു വന്നിരുന്നു. അതേപോലെ തന്നെ റബീഉൽ അവൽ 12 ധാരാളം സ്വഹാബാക്കൾ ജീവിച്ചിരുന്നു. ഒരിക്കൽ പോലും അവർ പ്രവാചകന്റെ ജന്മദിനത്തെ കൊണ്ടാടിയിരുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് സ്വഹാബത്തോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ ഒരിക്കലും ആഘോഷിച്ചു പോന്നിട്ടില്ലാത്ത, ഖുർആനിന്റെ പിൻബലമില്ലാത്ത, ഹദീസിന്റെ യാതൊരു പിന്തുണയുമില്ലാത്ത ഈ ഒരു ആഘോഷം നമ്മുടെ സമൂഹത്തിനിടയിലേക്ക് എങ്ങനെ കടന്നു വന്നു എന്നുള്ളതാണ്. ഇന്ന് കാണുന്ന രൂപത്തിൽ വലിയ കൊട്ടിഘോഷങ്ങളാക്കി നമ്മുടെ മുന്നിലേക്ക് ഈ ആചാരം, ഈ ആഘോഷം എങ്ങനെ കടന്നു വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെ, നബിദിനത്തിന്റെ ആഘോഷത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി പിന്നാമ്പുറങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു രംഗം എന്നുള്ളത് ഷിയാക്കളിലാണ് നബിദിനത്തിന്റെ പിന്നാമ്പുറങ്ങളെ തേടി നമ്മൾ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്നത്. ആരാണ് ഷിയാക്കൾ? അല്ലെ, ഷിയാക്കളെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആരായിരുന്നു ഷിയാക്കൾ? അല്ലെ, ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ആശയങ്ങളിൽ പോലും വ്യതിചലിച്ചവരാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങൾ പോലും കൃത്യമായി മനസ്സിലാക്കി ഇസ്ലാമിനെ പിന്തുണക്കാൻ സാധിക്കാത്തവരാണ് ഷിയാക്കൾ. പ്രവാചകന് കിട്ടിയ നുബുവത്ത് പോലും അത് പ്രവാചകനല്ല കിട്ടേണ്ടിയിരുന്നത്, അത് അലി റളിയല്ലാഹു അൻഹുവിനാണ്. അള്ളാഹുവിന് മാറിപ്പോയതാണ് എന്ന് പറയുന്ന പിയച്ച വാദത്തിൽ നിന്നും ഉയർന്നു വന്നതാണ് ഷിയാക്കൾ. ഈ ഷിയായിസത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പ്രവാചകന്റെ മരണത്തെ തൊട്ടാണ്, പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷമാണ് ഷിയായിസം ഉടലെടുക്കുന്നത്. ഷിയായിസത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പ്രവാചകന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പ്രവാചകന്റെ മരണശേഷം ഇസ്ലാമി സമൂഹത്തെ, മുസ്ലിങ്ങളെ നയിക്കേണ്ടത് ആരാണ് എന്ന ചർച്ച വരുന്നിടത്താണ് ഷിയായിസം ഉടലെടുക്കുന്നത്. അങ്ങനെ പ്രവാചകന്റെ മരണശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരമേറ്റെടുക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹു അധികാരമേറ്റെടുക്കുന്നു. ഈ സമയത്തെല്ലാം ഇവർക്ക് ഈ ആശയമുണ്ട്, പ്രവാചകന് ശേഷം ഇവരൊന്നുമല്ല ഈ സ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ടത് എന്ന ആശയം ഇവിടെ മനസ്സുകളിലുണ്ട്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ഭരണത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നു. ഈ സമയത്ത് ഇവർ ആശയങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഇവരൊന്നുമല്ല ഇതിന്റെ അധികാരം ഏറ്റെടുക്കേണ്ടവർ, ഇവരൊന്നുമല്ല ഇതിന്റെ അവകാശികൾ. ഉമറല്ല, അബൂബക്കറല്ല, ഉസ്മാനല്ല, മറിച്ച് പ്രവാചകന് ശേഷം മുസ്ലിം ഭരണം ഏറ്റെടുക്കേണ്ടത്, മുസ്ലിങ്ങൾ നയിക്കാൻ അർഹമായിട്ടുള്ളത് അത് പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. ഇതാണ് ഷിയായിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇസ്ലാമിനെ നയിക്കാനുള്ള അവകാശമുള്ളത്. അവർ ഒന്നാമതായി ഉന്നയിച്ചത് പ്രവാചകന്റെ പ്രിയ പുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത അലി റളിയല്ലാഹു അൻഹുവിനാണ് പ്രവാചകന് ശേഷം മുസ്ലിം സമുദായത്തെ നയിക്കാനുള്ള അവകാശമുള്ളത്, അധികാരമുള്ളത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇവർ ഈ ആശയം പ്രകടിപ്പിക്കുന്നു, നിങ്ങൾക്കൊന്നും അവകാശമില്ല, മറിച്ച് നേതാവാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണ്.
അങ്ങനെ ഈ ആശയം മുന്നോട്ട് വെച്ച് ഉസ്മാന്റെ ഭരണം അവസാനിക്കുന്നു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അധികാരത്തിലെത്തുന്നു. ഇവർ ഇഷ്ടപ്പെട്ടതുപോലെ അലി റളിയല്ലാഹു അൻഹു അധികാരത്തിലെത്തുന്നു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നു. ഖിലാഫത്ത് ഭരണം കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതോടുകൂടി ഈ ഷിയായിസം മുസ്ലിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നു. ഷിയ വിഭാഗങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് വ്യതിചരിച്ച് വേറെ ഒരു സംഘടന ഉണ്ടാക്കുന്നു, അഥവാ ഒരു പുതിയ മതവിഭാഗത്തിന്റെ ആശയം എന്നോണം അവർ ഉയർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ന് പറയുന്നത് പോലെ ഇന്ന് നബിദിനം ആഘോഷിക്കുമ്പോൾ പലപ്പോഴും ഈ ആഘോഷിക്കുന്ന വ്യക്തികളിലെ ഉയർന്ന നേതാക്കൾ തന്നെ പാടിവെച്ച വരികൾ പോലെ മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തത്, അത് ഹിജ്റ 300 ശേഷം കടന്നു വന്നത്. അവർ പറയുന്നത് പോലെ ഹിജ്റ 300 ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഹിജ്റ 296 യഥാർത്ഥത്തിൽ നബിദിനത്തിന്റെ ഉടലെടുക്കുന്നത്, അഥവാ ഷിയായിസം കടന്നു വരുന്നത്. അന്ന് ഹിജ്റ 290 കാലഘട്ടങ്ങൾ നമ്മൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അന്ന് ഇസ്ലാമിനെ നയിച്ചിരുന്നത് അബ്ബാസി ഭരണകൂടമായിരുന്നു. അബ്ബാസി ഭരണകാലഘട്ടമായിരുന്നു ഹിജ്റ 296. അങ്ങനെ അബ്ബാസി ഭരണകൂടത്തിനെതിരെ ഷിയായിസം അവിടെ അക്രമങ്ങളും അതേപോലെ തന്നെ അവരെ തകർക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് വരുന്നു. അവരെ അടിച്ചമർത്തി ഒരു ഷിയാ ഭരണകൂടം പടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ കൊണ്ടുവരുന്നു. എന്നാൽ അന്ന് കേവലമുണ്ടായിരുന്ന ഷിയാ ഭരണകൂടത്തെ അവിടുത്തെ ഭരണാധികാരികളായിരുന്ന അബ്ബാസി ഭരണകൂടം അവരെ അടിച്ചമർത്തുന്നുണ്ട്. അങ്ങനെ അടിച്ചമർത്തിയ അബ്ബാസി ഭരണകൂടം ഷിയാക്കളെ നാട് കടത്തുന്നു. അന്ന് ഷിയായിസത്തിന് നേതൃത്വം നൽകിയിരുന്ന ഉബൈദുള്ള അൽ മഹ്ദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവിടെ നേതാവ്, അദ്ദേഹം ആഫ്രിക്കയിലേക്ക് കപ്പൽ കയറാൻ. ആഫ്രിക്കയിലേക്ക് കപ്പൽ കയറുന്നു. ഇവിടെ അബ്ബാസി ഭരണകൂടം ഞങ്ങളെ തകർത്തു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം നാട് വിടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ആഫ്രിക്കയിലേക്ക് കപ്പൽ കയറി അദ്ദേഹം തുനീഷ്യ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെത്തുന്നു. തുനീഷ്യയിൽ അദ്ദേഹം അവിടെ ഒരു ഭരണകൂടം സ്ഥാപിക്കുന്നു. ആ ഭരണകൂടത്തെയാണ് റബീഉൽ അവ്വൽ മാസം എത്തുമ്പോൾ നമ്മളെല്ലാം പറയാറുണ്ട്, പ്രവാചക സ്നേഹത്തിന്റെ ഈ നബിദിനാഘോഷം ഉത്ഭവിച്ചത് ഫാത്തിമിയാക്കളിൽ നിന്നാണ് എന്ന്. ഫാത്തിമിയാക്കളിൽ നിന്നാണ് നബിദിനത്തിന്റെ ഉത്ഭവം എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഫാത്തിമി ഭരണകൂടം ആദ്യമായി രംഗത്ത് വരുന്നത് തുനീഷ്യയിലാണ്. ഉബൈദുള്ള അൽ മഹ്ദി എന്ന് പറയുന്ന ഷിയായിസത്തിന്റെ നേതാവാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. അത് ഹിജ്റ 300-കളിലാണ്. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു ഫാത്തിമി ഭരണകൂടത്തിന് തുടക്കം കുറിക്കുന്നു. അങ്ങനെ അതിന്റെ വേരുകളും അതേപോലെ തന്നെ അതിന്റെ പ്രചാരണവും മൂലം ഷിയായിസത്തിന് വലിയ വളർച്ചകൾ ഉണ്ടാകുന്നു. അങ്ങനെ വളർന്നു വലുതായ ഷിയായിസം ഈജിപ്തിലേക്കും വ്യാപിക്കുന്നു. അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കും ഷിയായിസം വ്യാപിക്കുന്നുണ്ട്. അങ്ങനെ ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ഷിയായിസത്തിനെ ഭരണ നേതൃത്വത്തിനായി മുഐസ് രാജാവ് കടന്നു വരുന്നു. ഈ ഉബൈദുള്ള അൽ മഹ്ദിക്ക് ശേഷം അവരെ നയിക്കുന്നതിന് വേണ്ടി കടന്നു വന്ന ഭരണാധികാരികളിൽപ്പെട്ട ഒരു ഭരണാധികാരിയാണ് മുഐസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള നബിദിനം എന്നുള്ളതാണ്. നബിദിനത്തിന്റെ ഉത്ഭവം അവിടെയാണ്. അദ്ദേഹം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം എന്നുള്ളത്, നമ്മളെല്ലാവരും നബി കുടുംബത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. നബിയെ നമ്മുടെ ജീവന തുല്യം നമ്മൾ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്ന് പ്രവാചകൻ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് പ്രവാചക കുടുംബത്തെ നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രവാചകന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും അതേപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെയും എല്ലാം ജന്മദിനം ആഘോഷിച്ചുകൊണ്ടാണ് നമ്മൾ നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. ആ പ്രഖ്യാപനമാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരും, അങ്ങനെ അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെ എല്ലാവരുടെയും ജന്മദിനത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ നബിയുടെ ജന്മദിനാഘോഷം മാത്രം ഇങ്ങനെ കൊണ്ടാടുന്നത് എന്ന ചോദ്യം നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വന്നേക്കാം. അതിന് ഹിജ്റ 6-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ നബിയുടെ ജന്മദിനം മാത്രം ആഘോഷിക്കുന്ന ഒരു പ്രവണതയിലേക്ക് കടന്നു വരുന്നത്. 4-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിലും
അദ്ദേഹം ഈ രൂപത്തിൽ ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും പിൽക്കാലങ്ങളിൽ വരുന്ന മുസ്ലിം സമുദായം അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹുമ അവിടെ എല്ലാവരുടെയും ജന്മദിനങ്ങളെ ചുരുക്കി ഇല്ലാതാക്കുന്നുണ്ട്. അവസാനം മുസ്ലിം സമുദായം ഏറ്റെടുത്ത ഒരു ആഘോഷമാണ് നബിദിനാഘോഷം. ഇന്ന് കാണുന്ന രൂപത്തിൽ നബിയുടെ ജന്മദിനം മാത്രം ആഘോഷിക്കുന്ന ഒരു രൂപത്തിലേക്ക് മാറിപ്പോയത് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇന്ന് കാണുന്ന രൂപത്തിൽ കുട്ടിഘോഷങ്ങളിലേക്ക് കൊണ്ടുവന്നതാരാണ്? കുട്ടിഘോഷങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഇറാഖ് ഭരിച്ചിരുന്ന 6-ാം നൂറ്റാണ്ടിൽ ഇറാഖ് ഭരിച്ചിരുന്ന ഇർബൽ എന്ന പ്രദേശത്തിന്റെ ഭരണാധികാരിയായിരുന്ന മുളഫർ രാജാവാണ്. ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വലിയ കുട്ടിഘോഷങ്ങളാക്കി ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് കാണുന്ന രൂപത്തിലെ നബിദിനാഘോഷിക്കുന്നത് കൃത്യമായി രൂപം നൽകിയത് ഷിയാക്കളാണ്. മുസ്ലിങ്ങളോട് അങ്ങേയറ്റം ആദർശപരമായിട്ടും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ വ്യത്യാസമുള്ള ഷിയാ വിഭാഗമാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ നബിദിനാഘോഷത്തിന് തുടക്കം കുറിക്കുന്നത്. ഒരിക്കലും പ്രവാചകന്റെയോ സ്വഹാബത്തിന്റെയോ താബിഈങ്ങളുടെയോ ഒരു സുന്നത്തിന്റെ പിൻബലവും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നതാണ്. പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല സമുദായം എന്ന് പറഞ്ഞാൽ എന്റെ സമുദായമാണ്. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു വരുന്ന സമുദായമാണ്, പിന്നീട് അവരെ പിൻപറ്റി വരുന്ന സമുദായമാണ്. എന്നാൽ പ്രവാചകൻ പറഞ്ഞ ഈ 3 സമുദായങ്ങളെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു സമുദായത്തിൽ പോലും ഈ രൂപത്തിലുള്ള ഒരു ജന്മദിനാഘോഷം നമുക്ക് കാണാൻ കഴിയുകയില്ല. അവർ കൊണ്ടാടിയതുപോലെ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു സൂചന നൽകിയതുപോലും നമുക്ക് ഹദീസുകളിലോ പ്രമാണങ്ങളിലോ കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് കാണുന്ന ഈ ജന്മദിനത്തിന് പ്രവാചകന്റെയോ സ്വഹാബത്തിന്റെയോ യാതൊരു പിന്തുണയില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ ആദർശങ്ങളോട് വ്യത്യാസമുള്ള, ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന, ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഷിയായിസമാണ് ഇന്ന് കാണുന്ന രൂപത്തിലെ ജന്മദിനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ സത്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. പ്രവാചകൻ കൊണ്ടുവന്ന സുന്നത്തുകളെ മാത്രം ജീവിതത്തിൽ പകർത്തുന്നവരായി നമുക്ക് മാറാൻ സാധിക്കണം. ഇല്ല എങ്കിൽ വലിയ അപകടങ്ങളിലേക്കാണ് പോകാനുള്ളത്. പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു പറയുന്ന ഒരു വിഭാഗമുണ്ട്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. ചില വിഭാഗം ആളുകളുടെ അമലുകളുണ്ട്. അവർ ദുനിയാവിൽ ധാരാളമായി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി സ്വർഗപ്രവേശനത്തിനായി ധാരാളം അമലുകൾ ചെയ്യുന്നവരായിരിക്കും. എന്നാൽ അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, അവർ ദുനിയാവിൽ വെച്ച് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു ഇല്ലാതാക്കി കളയുന്നതാണ്. അഥവാ പ്രവാചകന്റെ സുന്നത്തുകളില്ലാതെ ഇസ്ലാം പഠിപ്പിച്ച മാർഗത്തിലല്ലാതെ അവർ ധാരാളം അമലുകൾ ചെയ്യുമെന്നാണ്. അതെല്ലാം അള്ളാഹു പരലോകത്ത് വെച്ച് ഇല്ലാതാക്കി കളയുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇബാദത്തുകൾ ചെയ്യണം. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ പ്രവാചകൻ പഠിപ്പിച്ച ഇബാദത്തുകൾ മാത്രം ചെയ്യുന്ന വിശ്വാസികളായി നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സത്യം മനസ്സിലാക്കി സത്യം ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.